ഹലോ, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇന്ന് മണിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ നാളെ മനസ്സിൽ ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു മണിപ്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നലെ യൂട്യൂബിലൊരു ഷോർട്സും കൂടി കണ്ടപ്പോൾ തൃപ്തിയായി. ഇന്ന് എന്തായാലും മണിപ്പുട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചോട്ടാ. ശരിക്കും വീട്ടിലൊക്കെ ഇത് മമ്മിയുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള പലഹാരം കൂടിയാണ് കേട്ടോ രാവിലത്തെ. മണിപ്പുട്ടെന്നോ പാൽക്കൊഴുക്കട്ടാന്നോ എന്ത് വേണേൽ വിളിക്കാം. ഞങ്ങൾ മണിപ്പുട്ടെന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം കൊതിയൊക്കെ തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ തനിയെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. അതിൻ്റെ കുറേ മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിയെടുത്ത് വാട്ടിക്കുഴച്ചെടുത്ത് ഇങ്ങനെ ഉണ്ടയാക്കി പിടിപിടിയാക്കി വെച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുക. നമ്മൾ ഒന്നാം പാൽ സെപ്പറേറ്റ് മാറ്റി വെക്കുക, രണ്ടാം പാലും മൂന്നാം പാലും മാറ്റി വെക്കുക. അപ്പോൾ ആ രണ്ടാം പാലിലും മൂന്നാം പാലിലാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കേണ്ടത്. ആദ്യം ഇത് വെക്കുക, പാൽ വേവിക്കാൻ അടുപ്പത്ത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പിടിയാക്കി വെച്ചതെല്ലാം കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി വെന്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഒന്നാം തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ചെറിയ ജീരകവും ഒരു രണ്ടോ മൂന്നോ ഏലക്കാവും കൂടി നന്നായിട്ട് ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല വെയിൽ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണക്കാനായിട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്ന്, ചെറുപയർ പരിപ്പ്, പിന്നെ അതുപോലെ എൻ്റെ കോലം സ്റ്റെൻസിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ നല്ല അടിപൊളിയായിട്ട് ഇന്ന് മണിപ്പുട്ടാണ് കഴിച്ചത് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ.